നമസ്കാരം. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഉപരോധ രാഷ്ട്രീയത്തിന് മുഖത്തേറ്റ പ്രഹരമെന്നോണം വെനസ്വേലൻ എണ്ണക്കപ്പലുകൾ വീണ്ടും ഇന്ത്യൻ തീരങ്ങളിലേക്ക് നങ്കൂരമിടാൻ ഒരുങ്ങുകയാണ്. അമേരിക്കയോട് പോയി പണി നോക്കാൻ പറയുക എന്ന ഉറച്ച നിലപാടോടെ തങ്ങളുടെ പ്രകൃതി വിഭവങ്ങൾക്ക് മേലുള്ള അമേരിക്കയുടെ ചങ്ങലകൾ പൊട്ടിച്ചെറിഞ്ഞാണ് നിക്ലാസ് മഡുറോയുടെ ഭരണകൂടം ഈ സാഹസിക നീക്കം നടത്തുന്നത്. ദശലക്ഷക്കണക്കിന് ബാരൽ അസംസ്കൃത എണ്ണയുമായി ഇന്ത്യൻ മഹാസമുദ്രം മുറിച്ചു കടക്കുന്ന ഭീമൻ സൂപ്പർ ടാങ്കറുകൾ ആഗോള ഊർജ വിപണിയിലെ പുതിയ അധികാരവാക്യങ്ങളുടെ വിളംബരമാണ്. ലോകത്തെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള വെനസ്വേലയെ സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കാൻ അമേരിക്ക പടച്ചുവിട്ട ഉപരോധങ്ങളെ കാറ്റിൽ പറത്തിക്കൊണ്ട് ഇന്ത്യയെ പോലൊരു വമ്പൻ വിപണിയുമായി കൈകോർക്കുന്നത് ആഗോള രാഷ്ട്രീയത്തിലെ നിർണായകമായ വഴിത്തിരിവ് തന്നെ. വർഷങ്ങളായി വെനസ്വേലയുടെ സമ്പദ് വ്യവസ്ഥയെ തകർക്കാൻ വൈറ്റ് ഹൗസ് പ്രയോഗിച്ച തന്ത്രങ്ങൾക്കും ഉപരോധങ്ങൾക്കും ഇതോടെ അന്ത്യം കുറിക്കപ്പെടുകയാണ്. ഏകദേശം 20 ലക്ഷം ബാരൽ എണ്ണ വഹിക്കാൻ ശേഷിയുള്ള ഭീമൻ ടാങ്കറുകൾ വിന്യസിച്ചതിലൂടെ തങ്ങളുടെ വിഭവങ്ങൾ ആർക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കാൻ തങ്ങൾക്ക് ആരുടെയും അനുവാദം ആവശ്യമില്ലെന്ന് വെനസ്വേല തെളിയിച്ചിരിക്കുകയാണ്. അമേരിക്കൻ താല്പര്യങ്ങൾക്കനുസരിച്ച് മാത്രം വിദേശ നയം രൂപീകരിച്ചിരുന്ന ഒരു കാലഘട്ടം അവസാനിച്ചുവെന്നും സ്വന്തം ദേശീയ താല്പര്യങ്ങൾക്കാണ് മുൻഗണനയെന്നും ഇന്ത്യയും ഈ നീക്കത്തിലൂടെ ലോകത്തോട് വിളിച്ചു പറയുന്നു. റഷ്യയിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതിയിൽ പാശ്ചാത്യ രാജ്യങ്ങളെ ഞെട്ടിച്ച ഇന്ത്യ ഇപ്പോൾ വെനസ്വേലയുമായിട്ടുള്ള ബന്ധം പുതുക്കുന്നതിലൂടെ ഊർജ സുരക്ഷയിൽ മറ്റൊരു വലിയ ചുവടുവെപ്പ് തന്നെയാണ് നടത്തുന്നത്. വെനസ്വേലയെ സംബന്ധിച്ചിടത്തോളം ഇത് വെറുമൊരു കച്ചവടമല്ല, മറിച്ച് ഒരു രാഷ്ട്രീയ അതിജീവനമാണ്. സ്വന്തം രാജ്യത്തെ ജനങ്ങളെ പട്ടിണിക്കിട്ടും മരുന്നുകൾ തടഞ്ഞും അമേരിക്ക നടത്തിയ ഉപരോധ യുദ്ധത്തിന് കിട്ടിയ കനത്ത തിരിച്ചടിയാണിത്. പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ സാമ്പത്തിക മേധാവിത്വത്തെ വെല്ലുവിളിച്ചുകൊണ്ട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങൾ നടത്തുന്ന ഈ പടപ്പുറപ്പാട് ലോകക്രമം മാറിക്കൊണ്ടിരിക്കുന്നു എന്നതിന്റെ വ്യക്തമായ സൂചനയാണ് നൽകുന്നത്. വിപണിയിൽ എണ്ണയുടെ വില നിയന്ത്രിക്കാനും സ്വന്തം ആധിപത്യം ഉറപ്പിക്കാനും ശ്രമിക്കുന്ന അമേരിക്കൻ തന്ത്രങ്ങൾക്കിടയിൽ ഇന്ത്യയും വെനസ്വേലയും തമ്മിലുള്ള ഈ പുതിയ ക്രൂഡ് കെമിസ്ട്രി ഏഷ്യൻ വിപണിയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിച്ചിരിക്കും. ഷിപ്പിംഗ് മേഖലയിലെ അന്താരാഷ്ട്ര വൃത്തങ്ങൾ നൽകുന്ന സൂചനകൾ പ്രകാരം വരും മാസങ്ങളിൽ കൂടുതൽ വലിയ കപ്പലുകൾ വെനസ്വേലയിൽ നിന്ന് ഇന്ത്യൻ തുറമുഖങ്ങളിലേക്ക് എത്തുകയാണ്. ഇത് ഇന്ത്യൻ എണ്ണ കമ്പനികൾക്ക് കുറഞ്ഞ നിരക്കിൽ അസംസ്കൃത എണ്ണ ലഭ്യമാക്കാൻ സഹായിക്കുമെന്ന് മാത്രമല്ല, പടിഞ്ഞാറൻ രാജ്യങ്ങളുടെ ഏകപക്ഷീയമായ തീരുമാനങ്ങൾക്ക് ലോക വിപണിയിൽ ഇനി സ്ഥാനമില്ലെന്ന് ഉറപ്പിക്കുകയും ചെയ്യും. ഭീഷണികൾക്കും ഉപരോധങ്ങൾക്കും മുന്നിൽ മുട്ടുമടക്കാത്ത വെനസ്വേലയുടെ ഈ വീറും വാശിയും വരും കാലങ്ങളിൽ ആഗോള രാഷ്ട്രീയത്തിലെ പുതിയ ചേരിതിരിവുകൾക്ക് ആക്കം കൂട്ടുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവുമില്ല. ഈ നീക്കം അമേരിക്കൻ വിദേശകാര്യ വകുപ്പിൽ വലിയ അസ്വസ്ഥതകൾ ഉണ്ടാക്കുമെന്ന കാര്യവും ഉറപ്പാണ്. അവരുടെ ഉപരോധങ്ങളെ കടലാസാക്കി മാറ്റിക്കൊണ്ട് കടലിൽ നീങ്ങുന്ന ഈ ടാങ്കറുകൾ ഇറാന്റെയും റഷ്യയുടെയും ഒക്കെ സമാനമായ നിലപാടുകൾക്ക് കൂടുതൽ കരുത്ത് പകരും. ചതിക്കുഴികൾ ഒരുക്കി കാത്തിരിക്കുന്ന ശക്തികൾക്ക് മുന്നിൽ തളരാതെ സ്വന്തം പാത വെട്ടിത്തെളിക്കുന്ന വെനസ്വേലയുടെ ഈ പോരാട്ടം ആധുനിക ചരിത്രത്തിലെ വലിയൊരു ചെറുത്തുനിൽപ്പായിട്ട് തന്നെ അടയാളപ്പെടുത്തപ്പെടും. വെനസ്വേലയുടെ ഈ ധീരമായ നീക്കം വാഷിംഗ്ടണിലെ അധികാര കേന്ദ്രങ്ങളിൽ വലിയ അസ്വസ്ഥതയാണ് സൃഷ്ടിച്ചത് എന്ന് ഞാൻ പറഞ്ഞല്ലോ. തങ്ങൾ ഏകപക്ഷീയമായി അടിച്ചേൽപ്പിക്കുന്ന ഉപരോധങ്ങൾ ലോകരാഷ്ട്രങ്ങൾ പുല്ലുവില കൽപ്പിക്കാതെ തള്ളിക്കളയുന്നത് അമേരിക്കൻ വിദേശകാര്യ വകുപ്പിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു തിരിച്ചടി തന്നെയാണല്ലോ അല്ലെ. വെനസ്വേലൻ എണ്ണ ഇന്ത്യയിലേക്ക് ഒഴുകുന്നത് തടയാൻ നയതന്ത്ര സമ്മർദ്ദങ്ങൾക്കും ഭീഷണികൾക്കും അമേരിക്ക മുതിരുമെന്ന കാര്യവും ഉറപ്പാണ്. എന്നാൽ ഉക്രൈൻ യുദ്ധത്തിന് ശേഷം റഷ്യൻ എണ്ണയുടെ കാര്യത്തിൽ ഇന്ത്യ സ്വീകരിച്ച ഉറച്ച നിലപാട് അമേരിക്കയെ പുനർചിന്തനത്തിന് പ്രേരിപ്പിക്കുന്ന ഘടകമാണ്. ലോകത്തെ ഏറ്റവും വേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യയെ പിണക്കുന്നത് തങ്ങളുടെ മറ്റ് തന്ത്രപരമായ താല്പര്യങ്ങളെ ബാധിക്കുമെന്ന് അവർക്കറിയാം. എങ്കിലും അന്താരാഷ്ട്ര വിപണിയിൽ ഡോളറിന്റെ ആധിപത്യം തകർക്കുന്ന ഇത്തരം നേരിട്ടുള്ള ഇടപാടുകൾക്കെതിരെ അമേരിക്ക വരും ദിവസങ്ങളിൽ കടുത്ത ഭാഷയിൽ പ്രതികരിക്കാനുള്ള സാധ്യത ഏറി വരികയാണ്. ഇന്ത്യയിലെ പ്രമുഖ എണ്ണ കമ്പനികളെ സംബന്ധിച്ചിടത്തോളം വെനസ്വേലയിൽ നിന്നുള്ള ഈ എണ്ണ വരവ് വലിയൊരു ആശ്വാസമാണ് നൽകുന്നത്. റിലയൻസ് ഇൻഡസ്ട്രീസ്, നയാര എനർജി തുടങ്ങിയ വമ്പൻ സ്വകാര്യ റിഫൈനറികൾക്കും ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പോലുള്ള പൊതുമേഖലാ സ്ഥാപനങ്ങൾക്കും വെനസ്വേലയിലെ ഭാരമേറിയ അസംസ്കൃത എണ്ണ, അതായത് ഹെവി ക്രൂഡ് സംസ്കരിക്കാനുള്ള പ്രത്യേക ശേഷി തന്നെയുണ്ട്. മിഡിൽ ഈസ്റ്റിലെ എണ്ണയേക്കാൾ കുറഞ്ഞ നിരക്കിൽ വെനസ്വേലയിൽ നിന്ന് എണ്ണ ലഭിക്കുന്നത് രാജ്യത്തെ ഇറക്കുമതി ചെലവ് ഗണ്യമായി കുറയ്ക്കാൻ സഹായിക്കുകയും ചെയ്യും.
പശ്ചിമേഷ്യയിൽ സംഘർഷങ്ങൾ പുകയുന്ന സാഹചര്യത്തിൽ വിശ്വസിക്കാവുന്ന ഒരു ബദൽ സ്രോതസ്സായി വെനസ്വേല മാറുന്നത് ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്തു പകരും. ചരക്ക് നീക്കത്തിലെ തടസ്സങ്ങൾ നീങ്ങുന്നതോടെ ഇന്ത്യൻ വിപണിയിലേക്ക് കൂടുതൽ എണ്ണ എത്തിക്കാനാണ് ഈ കമ്പനികൾ ഇപ്പോൾ പദ്ധതി ഇട്ടുകൊണ്ടിരിക്കുന്നത്. അമേരിക്കയുടെ ഉപരോധ ഭീഷണികളെ വകവയ്ക്കാതെ റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങിയ അതേ തന്ത്രം തന്നെയാണ് ഇന്ത്യ വെനസ്വേലയുടെ കാര്യത്തിലും പ്രയോഗിക്കുന്നത്. ഇത് വെറും ഒരു സാമ്പത്തിക ഇടപാടല്ല, മറിച്ച് അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ ഇന്ത്യയുടെ വളരുന്ന സ്വയം ഭരണാധികാരത്തിന്റെ അടയാളം കൂടിയായിട്ട് നമ്മൾ കാണണം. പാശ്ചാത്യ രാജ്യങ്ങൾ നിശ്ചയിക്കുന്ന നിയമങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് സ്വന്തം രാജ്യത്തെ ജനങ്ങളുടെ താല്പര്യങ്ങൾക്കനുസരിച്ചാണ് ഇന്ത്യയുടെ വിദേശ നയം രൂപപ്പെടുന്നത്. വെനസ്വേലയാകട്ടെ അമേരിക്കയുടെ ബാക്ക്യാർഡ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ലാറ്റിൻ അമേരിക്കയിൽ നിന്നുകൊണ്ട് തന്നെ ആ സാമ്രാജ്യത്വ ശക്തിയെ വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഷിപ്പിംഗ് ട്രക്കിംഗ് ഡാറ്റകൾ പ്രകാരം ഇന്ത്യൻ തീരത്തേക്ക് അടുക്കുന്ന ഓരോ കപ്പലും അമേരിക്കൻ മേധാവിത്വത്തിന്റെ അസ്തമയത്തെ തന്നെയാണ് സൂചിപ്പിക്കുന്നത്. വരും മാസങ്ങളിൽ കൂടുതൽ VLCC വെനസ്വേലിയൻ തുറമുഖങ്ങളിൽ നിന്ന് പുറപ്പെടുമെന്നാണ് റിപ്പോർട്ടുകൾ. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളുടെ ഒരു പുതിയ കൂട്ടായ്മ ആഗോള ഊർജ്ജ വിപണിയിൽ രൂപപ്പെട്ടു വരികയാണ്. വെനസ്വേല, ഇറാൻ, റഷ്യ എന്നീ രാജ്യങ്ങൾ ഇന്ത്യയെയും ചൈനയെയും പോലുള്ള വമ്പൻ വിപണികളുമായി നേരിട്ട് ബന്ധം സ്ഥാപിക്കുന്നത് ഡോളർ അധിഷ്ഠിത ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ വെല്ലുവിളി തന്നെ സൃഷ്ടിക്കും. തങ്ങളുടെ വിഭവങ്ങൾ വിൽക്കാൻ അമേരിക്കയുടെ അനുമതിക്കായി കാത്തു നിൽക്കുന്ന കാലം കഴിഞ്ഞുവെന്ന് വെനസ്വേലയുടെ പ്രവൃത്തിയിലൂടെ ഇതാ തെളിയിച്ചിരിക്കുകയാണ് അവർ. ഈ തന്ത്രപരമായ നീക്കം പശ്ചിമേഷ്യയിലെയും അതുപോലെ ലാറ്റിൻ അമേരിക്കയിലെയും രാഷ്ട്രീയ സമവാക്യങ്ങളെ മാറ്റിമറിക്കുമെന്ന കാര്യത്തിൽ യാതൊരുവിധ തർക്കവും വേണ്ട. അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ താല്പര്യങ്ങൾക്ക് വഴങ്ങാത്ത രാജ്യങ്ങളെ എങ്ങനെയൊക്കെ ശ്വാസം മുട്ടിക്കാം എന്നതിന്റെ ജീവിക്കുന്ന ഉദാഹരണം തന്നെയാണ് വെനസ്വേല. അതുകൂടി പറയണമല്ലോ. ലോകത്തിലെ ഏറ്റവും വലിയ എണ്ണ നിക്ഷേപമുള്ള ഈ ലാറ്റിൻ അമേരിക്കൻ രാജ്യത്തെ തങ്ങളുടെ താവളമാക്കാൻ കഴിയാത്തതിന്റെ പക പതിറ്റാണ്ടുകളായി അമേരിക്ക തീർക്കുന്നത് ക്രൂരമായ ഉപരോധങ്ങളിലൂടെയും അട്ടിമറി ശ്രമങ്ങളിലൂടെയുമാണ്. വെനസ്വേലൻ ജനതയെ പട്ടിണിക്കിട്ടും മരുന്നുകൾ തടഞ്ഞു വെച്ചും ഭരണകൂടത്തെ താഴെ ഇറക്കാൻ നോക്കുന്ന ഈ രീതിയെ സാമ്പത്തിക ഭീകരത എന്ന് തന്നെ വിശേഷിപ്പിക്കാം. സമീപകാലത്ത് വെനസ്വേലൻ പ്രസിഡന്റ് നിക്കോളാസ് മഡുറോയ്ക്ക് നേരിടേണ്ടി വന്ന സംഭവ വികാസങ്ങൾ ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തിന് മേൽ അമേരിക്ക നടത്തുന്ന നഗ്നമായ കടന്നുകയറ്റങ്ങളെ തുറന്നു കാട്ടുന്ന സംഭവം തന്നെയായിരുന്നു. വെനസ്വേലയിലെ ജനാധിപത്യം സംരക്ഷിക്കാൻ എന്ന വ്യാജേന 2019 അന്നത്തെ പ്രതിപക്ഷ നേതാവ് ജുവാൻ ഗൈഡോയെ സ്വയം പ്രഖ്യാപിത പ്രസിഡന്റായി അംഗീകരിച്ച അമേരിക്കൻ നടപടി ലോകത്തെ ഞെട്ടിച്ച ഒന്നാണ്. ഒരു രാജ്യത്തെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ഭരണകൂടത്തെ തള്ളിക്കളഞ്ഞ് തങ്ങൾക്ക് താല്പര്യമുള്ള ഒരാളെ പ്രസിഡന്റായി വാഴിക്കാൻ നോക്കിയ അമേരിക്കൻ തന്ത്രം പക്ഷേ മഡുറോയുടെ ഉറച്ച നിലപാടുകൾക്ക് മുന്നിൽ പരാജയപ്പെടുകയാണ് ചെയ്തത്. സൈന്യത്തിന്റെയും ഭൂരിഭാഗം ജനങ്ങളുടെയും പിന്തുണയോടെ മഡുറോ ഈ അട്ടിമറി നീക്കത്തെ അതിജീവിച്ചു. ഇതോടെ കളി മാറ്റിയ അമേരിക്ക വെനസ്വേലയുടെ ജീവനാഡിയായ എണ്ണ വ്യവസായത്തിന് മേൽ കടുത്ത ഉപരോധങ്ങളാണ് ഏർപ്പെടുത്താൻ തുടങ്ങിയത്. അന്താരാഷ്ട്ര വിപണിയിൽ എണ്ണ വിൽക്കാൻ കഴിയാതെയും വിദേശ ബാങ്കുകളിലെ തങ്ങളുടെ നിക്ഷേപങ്ങൾ കൈകാര്യം ചെയ്യാൻ പറ്റാതെയും വെനസ്വേല വട്ടം കറങ്ങി. എന്നാൽ റഷ്യ, ചൈന, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളുടെ സഹായത്തോടെ വെനസ്വേല ഈ പ്രതിസന്ധിയെയും കൃത്യമായിട്ട് മറികടന്നു എന്നതാണ് ഏറെ സന്തോഷകരമായിട്ടുള്ള മറ്റൊരു വാർത്ത. ഏറ്റവും ഒടുവിലായി പുറത്തു വരുന്ന വാർത്തകൾ അമേരിക്കൻ ധാർഷ്ട്യത്തിനേൽക്കുന്ന കനത്ത പ്രഹരം തന്നെയാണ്. മഡുറോയെ ഒരു ഏകാധിപതിയായി ചിത്രീകരിച്ച് വേട്ടയാടാൻ നോക്കിയ അമേരിക്കൻ ഏജൻസികൾക്ക് മുന്നിലൂടെ തന്നെയാണ് ഇപ്പോൾ വെനസ്വേലൻ എണ്ണക്കപ്പലുകൾ ഇന്ത്യയിലേക്കും ചൈനയിലേക്കും കുതിച്ചുകൊണ്ടിരിക്കുന്നത്. മഡുറോയെ താഴെ ഇറക്കാൻ സൈനിക നീക്കം പോലും ആലോചിച്ചവർക്ക് ഇപ്പോൾ വെനസ്വേലയുടെ കരുത്തിന് മുന്നിൽ നിശബ്ദരാകേണ്ടി വരികയാണ്. അന്താരാഷ്ട്ര നിയമങ്ങളെയൊക്കെ കാറ്റിൽ പറത്തി ഒരു രാജ്യത്തെ തകർക്കാൻ നോക്കിയവർക്ക് ആ രാജ്യം തന്നെ ലോകത്തെ വമ്പൻ വിപണികളുമായി കൈകോർക്കുന്നത് നോക്കി നിൽക്കേണ്ടി വരികയാണ് സുഹൃത്തുക്കളെ. ഇത് ചരിത്രപരമായ നീതിയാണ്. വെനസ്വേലയ്ക്ക് മേൽ പതിച്ച കാർമേഘങ്ങൾ നീങ്ങുകയാണ്. വെനസ്വേലിയൻ ജനത അനുഭവിച്ച ദുരിതങ്ങൾക്കൊന്നും അമേരിക്ക ഇതുവരെ മറുപടി പറഞ്ഞിട്ടില്ല. ഉപരോധങ്ങൾ മൂലം തകർന്നടിഞ്ഞ സമ്പദ് വ്യവസ്ഥയെ കെട്ടിപ്പടുക്കാൻ മഡുറോ നടത്തുന്ന ശ്രമങ്ങൾ അഭിനന്ദനാർഹം തന്നെയാണ്. സ്വന്തം രാജ്യത്തിന്റെ വിഭവങ്ങൾ ആർക്ക് വിൽക്കണമെന്ന് തീരുമാനിക്കാനുള്ള അധികാരം വെനസ്വേലയ്ക്ക് ഉണ്ട് എന്ന് അദ്ദേഹം ലോകത്തോട് വിളിച്ചു പറയുകയും ചെയ്യുന്നു. അമേരിക്കയുടെ ഭീഷണികൾക്ക് വഴങ്ങാത്ത സ്വതന്ത്രമായ ഒരു വിദേശ നയം വെനസ്വേല പിന്തുടരുന്നത് ലാറ്റിൻ അമേരിക്കയിലെ മറ്റ് രാജ്യങ്ങൾക്കും വലിയ ആവേശം നൽകുന്നുണ്ട്. ചതിക്കുഴികൾ ഒരുക്കി കാത്തിരുന്ന ശക്തികളെ തകർത്ത് ഒരു പുതിയ പ്രഭാതത്തിലേക്ക് വെനസ്വേല നടന്നു കയറുകയാണ് എന്നത് ഏതൊരു ജനാധിപത്യവാദിയെ സംബന്ധിച്ചും സന്തോഷകരമായ വാർത്ത തന്നെയാണല്ലേ. അപ്പോൾ ഈ വിഷയത്തിലെ നിങ്ങളുടെ അഭിപ്രായം അറിയാൻ താല്പര്യമുണ്ട്. എന്ത് തന്നെയായാലും കമന്റ് ബോക്സിൽ എഴുതുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. നന്ദി.